നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ കാണുന്ന ഒടുവിൽ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയി ശ്രുതിയും. കാരണം വാഗമണ് ടൂർ പോകാന്നൊക്കെ ഓർത്ത് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒടുവിൽ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് ചന്ദ്രമതി കൊടുക്കണേ. ചന്ദ്രമതി ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു, തല പോയാലും ശരി ശ്രുതിയെ ട്രിപ്പ് വിടാൻ സമ്മതിക്കില്ല. അങ്ങനെ ശ്രുതി ബലിയിടിയിൽ മുടക്കണ്ട. അങ്ങനെ മുടക്കിയിട്ടുണ്ട് അതിന്റെ ദോഷവും തനിക്കും ഈ കുടുംബത്തിനൊക്കെയാ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രമതി വയറുവേദനയാണേന്ന് പറഞ്ഞ് വീണ്ടും കിടന്ന് അലറി വിളിച്ച് കിടന്ന് കരയുവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ടൂർ പോകാൻ പറ്റില്ലല്ലോ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി മുറിയിലേക്ക് വന്നിരിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് പറഞ്ഞു, ശ്രുതി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഒരു കാര്യവും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ദേ ശ്രുതിയുടെ അമ്മയുടെ വയറുവേദന ഈ ജന്മത്തിൽ മാറുമെന്ന് തോന്നില്ല. മാറില്ലെന്നോ? നീ എന്തൊക്കെയാ ശ്രുതി പറയണേ? അത് അടവല്ലേ. നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ ട്രിപ്പ് പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ശ്രുതിയുടെ അമ്മയുടെ വയറുവേദനയും കാര്യങ്ങളൊക്കെ പമ്പ കിടക്കും. അല്ലെങ്കിൽ ഈ ജന്മത്തിൽ പോകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ശ്രുതിക്ക് മനസ്സിലായി, ഇനി ഇവള് പറയുന്നത് ശരിയാണോ, അമ്മയുടെ അടവാണോ, അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ചന്ദ്രമതി ആലോചിച്ചു, ഒരു കാരണവശാലും പറഞ്ഞു വിടാൻ പാടില്ല. കാരണം ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. തൻ്റെ മോന് പോകാൻ താല്പര്യമില്ല, തനിക്ക് വയ്യാത്തോണ്ട്. പക്ഷേങ്കിൽ അവളുടെ കാര്യം അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പോക്ക് മുടക്കണം എന്നൊക്കെ വിചാരിച്ച് ചന്ദ്രമതി പാത്തും പതുങ്ങി ശ്രുതിയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ല നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മയോട് പോയി യാത്ര പറഞ്ഞിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, യാത്ര പറയാൻ പോയിട്ടുണ്ടെങ്കിലേ ശരിയാകത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, യാത്ര പറയാതെ പോകാം. അത് ശരിയാ, നല്ലൊരു ഐഡിയ. അങ്ങനെയാണ് നമുക്ക് മിണ്ടാതെ പോവാം. ഇനി നമ്മൾ യാത്ര പറയാൻ നിന്നിട്ടുണ്ട് ശരിയാകത്തില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, പാത്തും പതുങ്ങിയും ബാഗൊക്കെ എടുത്തോണ്ട് പോവാനായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ചന്ദ്രമതി അയ്യോ പൊത്തോന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് നിലവിളിക്കുവാണ്. രണ്ടുപേരും ഞെട്ടിപ്പോയി. ഒരു നിമിഷം ശ്രുതി ഞെട്ടിത്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി എനിക്ക് വയറുവേദന എടുക്കണേ, എന്തേമേ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ സെറ്റിയിലേക്ക് ഇരുന്ന് കരയുവാണ്. രവീന്ദ്രൻ ഓടി വന്നു. ആ സമയം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ ഒരു പകപ്പോട് കൂടി നോക്കുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വെച്ചോണ്ടിരിക്കണ്ട, ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട രവിയേട്ടാ, ഹോസ്പിറ്റലൊന്നും പോകണ്ട. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, എനിക്കിവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, കണ്ടില്ല അമ്മയ്ക്ക് തീരെ വയ്യ, ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാ പോകുന്നേ? നമുക്ക് യാത്ര പോയിട്ടുണ്ട് സ്വസ്ഥതയും സമാധാനം കിട്ടുമോ? അമ്മയെ ഈ അവസ്ഥയെ കണ്ടു പോകാൻ പറ്റില്ല. ശ്രുതിക്കാണെങ്കിൽ സങ്കടം വന്നു. ഇത് ഇവരുടെ അടവ് തന്നെയാണ്. അതുകൊണ്ടാണ് തങ്ങൾ പോകുന്ന പാത്തും പതുങ്ങിയും വന്ന് നിന്നിട്ട് ആ കൃത്യസമയത്ത് വന്ന് കരഞ്ഞേക്കുന്നേ. ഒടുവിൽ രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി അമ്മയ്ക്ക് വയ്യല്ലോ, ഇനിയിപ്പം യാത്ര പോകണം നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ഛാ, അമ്മയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ കുറയൂലോ. കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ സച്ചി ഇവിടെ ഇല്ല, അറിയാലോ. ശ്രീകാന്ത് എപ്പോഴാണ് വരണേന്ന് അറിയത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ട്രിപ്പ് ഒന്ന് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞു. ചന്ദ്രമതിക്ക് സന്തോഷമായി. ഓ രവിയേട്ടനെ കൊണ്ട് ഇത്രയെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ. ശ്രുതി പറഞ്ഞു, അല്ലച്ചാ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് കുറയുമായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു വയറുവേദനയല്ലേ ഉള്ളൂ, അതൊന്നും പറയാൻ പറ്റില്ല. ആ സമയം ശ്രുതി പിന്നീട് ടാക്സിക്കാരനെ വിളിക്കാൻ ഓർത്തു. വിളിച്ച് പറയാം അവനെ ഇപ്പോൾ വരണ്ടാന്ന്. ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ച് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം പാത്തും പതുങ്ങിയും പോകാമെന്ന് കരുതിയപ്പോഴാണ് വിളിച്ചു വരാനായിട്ട് പറഞ്ഞത്. പക്ഷേങ്കിൽ പോക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വിമിഷ്ടമായിപ്പോയി. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ടാക്സിക്കാർ മുറ്റത്ത് വന്നു. മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രൻ കൂടെ ഇറങ്ങിച്ചെന്നു. എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അല്ല ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രുതി ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ആ സുഗണനോ? എടാ സുഗണ, അതെ നീ ഇങ്ങോട്ട് കയറി വാ, നമുക്ക് വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഗണം പറഞ്ഞു, ഞാൻ വരുന്നില്ല, അല്ല പോകുന്നില്ലേ, അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, പോക്കു വേണ്ടാന്ന് വെച്ചു. അമ്മയ്ക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു. ആണോ? എങ്കിലൊരു കാര്യം ചെയ്യാം, എൻ്റെ പൈസ ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. പൈസ? എന്ത് പൈസ? രാവിലെ തൊട്ടേ വാഗമണ് ട്രിപ്പ് പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കണല്ലേ, ഞാൻ അവിടുന്ന് ഇവിടം വരെ എത്തി, അറിയാലോ. രൂപ 3000 കൂടെ തരണമെന്ന് പറഞ്ഞു. 3000? രവീന്ദ്രൻ പറഞ്ഞു, എത്രയാന്ന് വെച്ച് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. എടാ ഇന്നെനിക്ക് വേറെ ഓട്ടം ഉണ്ടായിരുന്ന, അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതറിയാലോ. അപ്പം 3000 രൂപ തരണമെന്ന് പറഞ്ഞു. പോക്കൊട്ടും നടന്നതുമില്ല. 3000 രൂപ പോകുന്ന ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് സഹിച്ചില്ല. ഒടുവിൽ രവീന്ദ്രൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും
ശ്രുതി പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പൈസയായിട്ടും കൂടെ പോയി. ശ്രുതിക്ക് കട്ടക്കലിപ്പായിരുന്നു. ശ്രുതി ദേഷ്യത്തോടെ പറഞ്ഞു, എന്തിൻ്റെ ഏതാ ഒന്നും പറയണില്ല. ആ ട്രിപ്പ് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ? ആ സച്ചിയെ രേവതിയെ കണ്ടുപിടിക്കണം. അവരൊന്നും നോക്കില്ല, അവർ പോയത് കണ്ടോ? അത് പിന്നെ അപ്പ അമ്മയ്ക്ക് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ അപ്പ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ല. നിങ്ങളുടെ അമ്മയ്ക്കേ നമ്മൾ ടൂറ് പോകുന്നതിൻ്റെ അസൂയ, അതുകൊണ്ടാ. അവരെയും കൂടെ കൊണ്ടുപോകായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് ഭാഗമായിട്ട് അകത്തേക്ക് പോയി. ശ്രുതിയാണെങ്കിൽ 3000 രൂപയും പോയി. ട്രിപ്പ് നടന്നില്ല എന്നൊക്കെ ഓർത്ത് ചങ്കത്ത് അടിച്ച് നിലവിളിച്ചിരിക്കുകയാണ്. ചന്ദ്രമതിക്ക് സമാധാനമായി. ചന്ദ്രമതിയുടെ വയറുവേദനയൊക്കെ പോയി. കാരണം ട്രിപ്പ് പോകുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഒരു സമാധാനമായിരുന്നു. ഈ സമയത്ത് സച്ചിൻ രേവതിയും കൂടെ എൻജോയ് ചെയ്യാണ്. അപ്പം അവർ പുറത്തൊക്കെ പോയിട്ട് അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പം രേവതിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രേവതി ആദ്യമായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ തേയിലത്തോട്ടങ്ങളിലൂടെ ഒക്കെ നടന്ന് അവർ എൻജോയ് ചെയ്യുന്ന സമയത്ത് സച്ചി പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂട്ടി നമുക്ക് ഒരു ദിവസം ഇവിടെ ട്രിപ്പ് വരണമെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അത് ശരിയാ, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അച്ഛനും അമ്മയും എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് നമുക്കൊരു ദിവസം വരണം, ഇവിടെയൊക്കെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പകൽ മുഴുവൻ പുറത്തൂടെ ആയിരുന്നു, കറങ്ങിയടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേനുമാണ് നേരെ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നത്. ഈ സമയത്ത് കിരണും കൂട്ടരും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന് രാത്രിയിൽ അവൻ്റെ കഥ കഴിക്കണം, അവനെ തീർത്തിട്ട് അവളെയും കൊണ്ട് പോകണം. അഹങ്കാരം, എൻ്റെ കർണത്തടിച്ചവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു കത്തിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തോടു കൂടി അവൻ്റെ കഥ കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ സമയം കൂടെയുള്ളവൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ കിരണേ? പ്രശ്നമാവോ? എന്ത് പ്രശ്നം? കണ്ടില്ലേ ഈ കത്തി? ഇനി അവനെങ്ങാനും എന്തേലും കാണിക്കാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ ആരാന്ന് അവനെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളി നടത്തുവാണ്. കാരണം അവൻ്റെ കർണത്തടിച്ച് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം സച്ചിയും രേവതിയും കൂടെ വന്ന് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് പാട്ടും മേളമൊക്കെ കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ അവർ പാട്ടൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ അവർ സച്ചിൻ രേവതി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അതെ ഞങ്ങളോടൊപ്പം കൂടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാരാണ്. സച്ചിൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. വാ സാറേ വാ, നമുക്ക് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിൻ രേവതിയും കൂടെ അവരോടൊപ്പം നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ സമയത്ത് കിരണും കൂട്ടരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ കണ്ടിത്. അവരുടെ കൈ ബീർ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്നങ്ങോട്ടും മദ്യപിക്കുകയാണ്. എന്തേലും പറയാൻ പറ്റുമോ? ഇടയ്ക്ക് സച്ചിയെ രേവതിയെ നോക്കടാ രണ്ടിൻ്റെ ഡാൻസ് കണ്ടോ, കളിക്കട്ടെ, ഇന്ന് ഒരു രാത്രിയും കൂടെ അല്ലേ കളിക്കാൻ പറ്റുള്ളൂ, നാളെ നേരം വെളുക്കുമ്പോൾ അവൻ കളിക്കില്ലോ എന്ന് പറഞ്ഞു. സച്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്മാരുടെ നോട്ടവും പറച്ചിലും ഒക്കെ. രേവതി ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞ, സച്ചേട്ടാ ഇവിടെ നമുക്ക് വേണ്ട, നമുക്ക് പോകാന്ന്. പക്ഷെ സച്ചി കേട്ടില്ല. സച്ചിക്ക് അവിടെ വിട്ടു പോകാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പേടിച്ചോടിയിട്ടുണ്ട്, എവിടം വരെ ഓടും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇതേ സമയത്ത് രേവതി ശ്രദ്ധിച്ചു, അവന്മാർ നോക്കുന്നൊക്കെ. രേവതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. രേവതി സച്ചിയോട് പറഞ്ഞു, വാ സച്ചിയേട്ടാ നമുക്ക് കയറിപ്പോന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കൊണ്ട് മുറിയിലേക്ക് പോവാണ്. മുറി ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അവന്മാരവിടെ നോക്കുന്ന കണ്ടോ, നമ്മളിവിടെ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പം. അവർ നോക്കട്ടെ, അതിന് നമുക്കെന്താ രേവതി? എനിക്ക് നല്ല പേടിയുണ്ട് സച്ചിയേട്ടാ, രാത്രിയിൽ അങ്ങനെ അവന്മാർ വല്ല ഉപദ്രവിക്കാൻ വരുമോന്ന്. ഉപദ്രവിക്കാനോ? അവന്മാരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. എന്നാലും രേവതിയുടെ മനസ്സിൽ അകാരണമായ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇനി അവന്മാർ വരുമോ, എന്തേലും ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടി. പക്ഷെ സച്ചി രണ്ടും കരുതി കൂട്ടിയിട്ടാണ്. ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവന്മാരെ വെറുതെ വിടില്ല എന്നൊക്കെ ഒരു തീരുമാനം സച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.